എറണാകുളം കിഴക്കമ്പലം മലയിടം തുരുത്ത് ഉന്നതി ഒഴിപ്പിക്കൽ വിഷയത്തിൽ ഇടപെട്ട സർക്കാർ. ഉന്നതി ഒഴിപ്പിക്കൽ നടപടിയിൽ കോടതിയോട് സാവകാശം ചോദിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത യോഗത്തിൽ തീരുമാനം. പ്രദേശവാസികളുമായി ചർച്ച നടത്താൻ മന്ത്രി റോജി എം ജോണിനെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചുമതലപ്പെടുത്തി. ശനിയാഴ്ചക്കകം ഒഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുനിസിഫ് കോടതിയുടെ ഉത്തരവ്. അഡ്വക്കേറ്റ് കമ്മീഷൻ ഇന്ന് വീണ്ടും സ്ഥലത്തെത്തിയേക്കും. കുടിയൊഴിപ്പിക്കലിനെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ സമരം തുടരുകയുമാണ്. ഇത്രയും കാലം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവരവരുടെ വീടുകളിൽ തന്നെ താമസിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാന ഭാഗം. സർക്കാർ ഇടപെട്ട് സാധ്യമായ പരിഹാരം തന്നെ ഉണ്ടാക്കണം. അതിന് മുൻകൈ എടുത്ത നല്ല കാര്യം തന്നെയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. അതുവരെ പോലീസിൻ്റെ മറ്റു നടപടികൾ ഇല്ലാതിരിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം കൂടി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് കമ്മീഷൻ യഥാർത്ഥത്തിൽ പക്ഷപാതമായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് യഥാർത്ഥത്തിൽ കോടതി കാണേണ്ടതാണ്. ഈ പറയുന്ന ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം? അത് കച്ചവട താല്പര്യമാണ്, ലാൻഡ് മാഫിയ താല്പര്യമാണ്. ഈ ഭൂമി ഇവർക്കുള്ളതാണ്. 8 ദളിത് കുടുംബങ്ങൾ, ഏകദേശം 60ഓളം വരുന്ന ആളുകളെ ഇവിടെ തന്നെ താമസിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇവർക്ക് വീട് നമ്പർ ഇട്ട് കൊടുക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല, വാട്ടർ കണക്ഷന് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതെല്ലാം സർക്കാർ സംവിധാനങ്ങളാണ്. ഇത് വേറൊരാളുടെ ഭൂമിയായിരുന്നെങ്കിൽ എങ്ങനെ ഇവർക്ക് ഇതെല്ലാം ഇവരുടെ പേരിൽ എങ്ങനെ അടയ്ക്കാൻ കഴിയും? അപ്പോൾ ഇതിലെല്ലാം കേസ് നടത്തിയ കോടതിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ കോടതി ആ തെറ്റ് തിരുത്താൻ തയ്യാറാകണം. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ തയ്യാറാകണം. വിപിൻ സി വിജയൻ മലയാളം ദൂരത്തിൽ ചേരുന്നു. വിപിൻ, ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം രാവിലെ വന്ന് കാലാകാലങ്ങളിൽ വർഷങ്ങളായി തലമുറകളായി ജീവിച്ച സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. അതാരാണെങ്കിലും പോകാൻ പറ്റില്ല. പക്ഷെ കോടതി കടുപ്പിക്കുകയാണ്. ഈ കുടിയൊഴിപ്പിക്കൽ മസ്റ്റാക്കി നടപ്പാക്കണം. അതിനെന്തോ ഈ പറയുന്ന രീതിയിലുള്ള സുരക്ഷയൊക്കെ പോലീസിനോട് ഒരുക്കണമെന്നൊക്കെ പറയുകയാണ്. എന്നാൽ പിന്നെ ഇവരെ ഇറക്കി വിട്ട് ഇവരെവിടെ പോയി ജീവിക്കും എന്ന ചോദ്യത്തിന് ആർക്കും മറുപടിയുമില്ല. ഇവരപ്പോൾ റോജി എം ജോണിൻ്റെ ഇടപെടൽ എങ്ങനെയാകും? ഈ പറയുന്നത് പോലെ അവർ വഴിയാധാരമായി പോകാതിരിക്കാൻ സർക്കാർ സ്വീകരിക്കാമോ നടപടി എന്താണ് വിപിൻ? ഹാഷ്മി, ഈ സർക്കാരിന്റെ മുൻപിലുള്ള ആദ്യത്തെ വെല്ലുവിളി ഈ മലയിടം തുരുത്തിലെ പ്രശ്നം അത് എങ്ങനെ രമ്യമായി പരിഹരിക്കും എന്നുള്ളതാണ്. കാരണം സുപ്രീം കോടതി വരെ ഇടപെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. സുപ്രീം കോടതിയാണെങ്കിൽ ഇവരുടെ എതിർകക്ഷികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ്. അതായത് ഏകദേശം 2 ഏക്കർ 60 സെന്റ് സ്ഥലമാണ് ഇപ്പോൾ ഈ വിവാദത്തിൽ ആയി നിൽക്കുന്നത്. ഈ ഭൂമിയിൽ ഏകദേശം 8 ദളിത് കുടുംബങ്ങളാണുള്ളത്. ഈ 8 ദളിത് കുടുംബങ്ങളെ ഇവിടെ നിന്നും ഇറക്കി ഈ ഭൂമി പിന്നീട് സർവേ നടത്തുക എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം അതിൽ വന്നപ്പോൾ അത് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തതാണ്. കാരണം ഈ 8 കുടുംബങ്ങൾ എങ്ങനെ പുറത്തേക്ക് എവിടേക്ക് പോകും, അവർക്ക് കിടപ്പാടമില്ലാതാകും എന്നുള്ളത് കൊണ്ട് തന്നെ അത് വലിയ ഒരു സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ വിഷയത്തിൽ ഇപ്പോൾ പെരുമ്പാവൂർ കോടതി, മുനിസിഫ് കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് നാളെ വൈകിട്ട് 3 മണിക്കുള്ളിൽ ഈ കുടുംബങ്ങളെ ഇവിടെ നിന്നും ഒഴിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നാളെ അഡ്വക്കേറ്റ് കമ്മീഷൻ ഇങ്ങോട്ടേക്ക് വരികയും വലിയ ഒരു പോലീസ് സന്നാഹം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അതിനിടയിലാണ് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം റോജി എം ജോണിനെയും ഒപ്പം തന്നെ ഇവിടുത്തെ MLA ആയിട്ടുള്ള VP സജീന്ദ്രനെയും അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഒരു കൂടിയാലോചന നടത്തി എന്താണ് ഇതിലൊരു പരിഹാരം എന്നുള്ളതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെയും കുടിയൊഴിപ്പിക്കാൻ വന്ന പോലീസ് സംവിധാനങ്ങൾ അവിടുന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. പെട്ടെന്ന് അവരെ ഇന്നലെ തന്നെ കുടിയൊഴിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് തന്നെ കുടിയൊഴിപ്പിച്ചേക്കാം എന്ന ഒരു ബലപ്രയോഗത്തിലേക്ക് പോകാനിടയായ സാഹചര്യം അന്വേഷിക്കുന്നുണ്ട്. അതിൽ വ്യക്തത വരുന്നുണ്ടോ? ഇവൻ എന്താ ശരിയാണ്, കോടതിയുണ്ട്, കോടതി നിർദ്ദേശമുണ്ട്, കോടതി പലയാവർത്തി പറഞ്ഞതാണ്. പലയാവർത്തി പറഞ്ഞപ്പോൾ പലയാവർത്തി പോലീസ് അവിടെ വന്നതാണ്. വന്നിട്ട് അവിടുത്തെ എതിർപ്പ് കൊണ്ട് മടങ്ങിപ്പോയവരാണ്. പെട്ടെന്ന് വന്ന് പിടിച്ചങ്ങ് ഇറക്കി വിടുക. അതെന്താണ് അത്ര തിരക്ക്? അതെ, ഇവർ പറയുന്നത് അഡ്വക്കേറ്റ് കമ്മീഷൻ അന്ന് തന്നെ പറഞ്ഞത് കോടതി ഉത്തരവാണ്. കാരണം ഒരു അന്ത്യശാസനം എന്ന പോലെ തന്നെ കോടതി അതിൽ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു കോടതി അലക്ഷ്യമായിരിക്കും. അതുകൊണ്ടായിരുന്നു അന്ന് അങ്ങനെ ഒരു നടപടി എന്നുള്ളതാണ് അന്ന് തന്നെ അഡ്വക്കേറ്റ് കമ്മീഷൻ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ പെരുമ്പാവൂർ മുനിസിഫ് കോടതിയും സമാനമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 ദിവസത്തെ സാവകാശം, ഇന്നും നാളെയും, നാളെ വൈകിട്ടത്തേക്കുള്ളിൽ ഇവരെ ഒഴിപ്പിക്കണം എന്നുള്ളതാണ് ആ കോടതിയുടെ ഉത്തരവ്. അപ്പോൾ കോടതിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നും അഡ്വക്കേറ്റ് കമ്മീഷൻ ഇതിലെന്തോ താല്പര്യമുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ PV ശ്രീനിജൻ മുൻ MLA ആരോപിക്കുകയും ചെയ്യുന്നത്. ഇവിടെ CPM-ന്റെ നേതൃത്വത്തിൽ സമരമുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ സമരത്തിലുമാണ്. അതിനിടയിലാണ് സർക്കാർ ഇത് രമ്യമായി പരിഹരിക്കാൻ എന്ത് സാധ്യതകൾ എന്നുള്ളത് തിരഞ്ഞുകൊണ്ട് ഇപ്പോൾ റോജി എം ജോണിനെ ഒരു അനുനയ ശ്രമത്തിന്, അതായത് ഇവരെ ഒഴിപ്പിക്കാതെ തന്നെ എന്ത് ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ പയറ്റുന്നത്. ഇവരെ ഇവിടെ തന്നെ താമസിപ്പിക്കാനുള്ള എന്തൊക്കെ സാധ്യത എന്നുള്ളതായിരിക്കും സർക്കാർ ആദ്യഘട്ടത്തിൽ നോക്കുക. പക്ഷേ നാളെ സ്വാഭാവികമായിട്ടും പോലീസ് വരാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.